So complex integration de first method idana. If small f is analytic and has antiderivative capital F, then integral of small f over any curve C is independent of the curve C. It is path independent. It depends only on the endpoints of the curve. So if the curve C is a curve from Z1 to Z2 and small f has indefinite integral capital F, then integral Z1 to Z2 f of Z dz will be equal to capital F evaluated from Z1 to Z2, that is the difference f of Z2 minus f of Z1. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ഒരു പ്രോബ്ലം, ഫൈൻഡ് evaluate the following integrals. First one is integral over C z square dz, where C is any curve from 0 to 1 plus I. So it's very easy. Z square nalla function antiderivative ഉണ്ട്, so that this is actually integral from 0 0 to 0 0 is the point, 0 plus I0. So ഈ ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. Z1 ന് പകരം 0 plus I0, Z2 ന് പകരം you have 1 plus I, and integral of Z square is Z cube by 3 within the limit 0 plus I to 1 plus I, that is 1 plus I the whole cube by 3 minus 0 cube, that is 1 plus I the whole cube by 3. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. 1 plus I the whole cube by 3 എന്ന് തന്നെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്സ്പാൻഡ് ചെയ്താൽ you will get 1 cube plus 3 1I plus 3 1 into I square plus I cube divided by 3, and this is 1 plus 3I. 3I square is minus 3 plus I cube is I into I square. I square is minus 1, so you get minus I divided by 3. So this is 1 minus 3 is minus 2. 3I minus I is 2I. So you get minus 2 plus 2I divided by 3. You may take this 2 outside. Then you can write 2 by 3. 2 by 3 minus 1. If you are taking 2 outside, I minus 1 no, അല്ലെങ്കിൽ minus 1 plus I no എഴുതാം. 2 by 3 into I minus 1. So this is the answer, 2 by 3 into I minus 1. Simple ആണ് അല്ലേ? നമുക്ക് വേറൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സൈൻ സ്ക്വയർ ഇസെറ്റ്. കാണുമ്പോൾ തന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു പ്രോബ്ലം പോലെ അല്ലേ? സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കാൽക്കുലസിൽ ഇൻ്റഗ്രേഷൻ അലോങ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓൺ ആൻ ഇൻ്റർവെൽ ചെയ്യുമ്പോൾ കാണുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് ഇല്ലേ, y is equal to f of x, അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൻസ് ജസ്റ്റ് എക്സിന് പകരം ഒരു കോംപ്ലക്സ് വേരിയബിൾ ഇസഡ് ആണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഫംഗ്ഷൻസ്, നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഈ മെത്തേഡ് മനസ്സിലാക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇൻ്റഗ്രലിലേക്ക് നോക്കുക, ആ ഇൻ്റഗ്രൻറ്റിൻ്റെ അകത്ത് ഇസഡിന് പകരം എക്സ് വരുമ്പം, അതായത് സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾ യൂഷ്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യണ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം. ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉള്ള ഫംഗ്ഷൻ ആണോ എന്ന് പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും തിയറവും ഒന്നും അറിയണ്ട. നിങ്ങൾ ഈ ഇസഡിന് വരെ എക്സ് വരുമ്പോൾ ഉള്ള ഫംഗ്ഷനെ കുറിച്ച് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. സൈൻ സ്ക്വയർ എക്സ് +2 തുടങ്ങി നമ്മൾ ചെയ്യണതാണ് സൈൻ സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ. അപ്പോൾ ഇവിടെ ഇതും നമുക്ക് ഈ മെത്തേഡിൽ തന്നെ ആന്റി ഡെറിവേറ്റീവ് എന്നുള്ള മെത്തേഡിൽ തന്നെ
ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി കർവ് സീനെ പറ്റി അതിൻ്റെ എൻഡ് പോയിന്റ്സ് നമ്മൾ അറിയണം. ഇവിടെ കർവ് സി എന്ന് പറയുന്നത് is given as mod z equal to pi, that is a circle from minus pi I to plus pi I in the right half plane. In the right half plane. ഓക്കെ, ഇത് നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇത് ഈ കേർവ് എന്താണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്താണ് കേർവിൻ്റെ റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്ന് പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കണ്ട. ഈ ഇൻ്റഗ്രൻ്റ് ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉള്ള ഒരു ഇൻ്റഗ്രൻ്റ് ആയതുകൊണ്ട് സൈൻ സ്ക്വയർ ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഈ കേർവിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ജസ്റ്റ് എൻഡ് പോയിന്റ്സ് മാത്രം അറിഞ്ഞാൽ മതി. എവിടെ തുടങ്ങി എവിടം വരെയാണ് കേർവ് നോക്കുമ്പോൾ അറിയാം. എവിടെ തുടങ്ങി എവിടം വരെയാണ്? മൈനസ് പൈ ഐ തുടങ്ങി പ്ലസ് പൈ ഐ വരെയാണ്. അപ്പോൾ ആ എൻഡ് പോയിന്റ്സ് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒന്ന് ഓർക്കുക, നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു സൈൻ സ്ക്വയർ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നത്? സൈൻ സ്ക്വയർ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യായിരുന്നു അല്ലേ, കോസ് 2x ഫോർമുല. കോസ് 2x എന്ന് പറഞ്ഞാൽ 1 - 2 സൈൻ സ്ക്വയർ എക്സ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റുമായിരുന്നു? സൈൻ സ്ക്വയർ എക്സിനെ ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ 1 - cos 2x/2 എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. അതേ സാധനം ഇസഡ് ആണെങ്കിലും സൈൻ സ്ക്വയർ ഇസഡിനെ എനിക്ക് 1 - cos 2z/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ ഓവർ സി sin square z dz can be written as integral over c 1 - cos 2z divided by 2 dz. So that is integral 1 by. Okay, so ഇവിടെ നമുക്ക് കേർവിൻ്റെ പാത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മുടെ ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ നമുക്ക് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് പൈ ഐ ടു പ്ലസ് പൈ ഐ എന്ന് എഴുതാം. എൻഡ് പോയിന്റ്സിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. 1/2 വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇടാം. സോ 1/2 ഇൻ്റഗ്രൽ മൈനസ് പൈ ഐ ടു പ്ലസ് പൈ ഐ 1 - cos 2z dz. സോ ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കിയാൽ 1/2 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് z ആണ്, വിത്തിൻ ദ ലിമിറ്റ്സ് മൈനസ് പൈ ഐ ടു പ്ലസ് പൈ ഐ. cos 2zൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, cos zൻ്റെ ഇൻ്റഗ്രൽ സൈൻ z ആണ്. അപ്പോൾ cos 2zൻ്റെ ഇൻ്റഗ്രൽ sin 2z divided by 2 within the limits minus pi I to plus pi I. ഓക്കെ, സോ ഇനി ലിമിറ്റ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ 1/2 ഇസഡിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ഐ മൈനസ് പൈ ഐ. അടുത്തത് സൈൻ 2 പൈ ഐ മൈനസ് സൈൻ -2 പൈ ഐ. ഇതിനെ എനിക്ക് സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം കേട്ടോ, അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. സോ ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമുക്ക് നോക്കിയാൽ അറിയാം, പൈ ഐ മൈനസ് പൈ ഐ എന്ന് പറയുമ്പോൾ പൈ ഐ പ്ലസ് പൈ ഐ, ദാറ്റ് ഇസ് 2 പൈ ഐ. ഓക്കെ, മൈനസ് സൈൻ 2 പൈ ഐ മൈനസ് സൈൻ -2 പൈ ഐ സെയിം ആസ് മൈനസ് സൈൻ 2 പൈ ഐ. അപ്പോൾ എനിക്കിതിനെ പ്ലസ് സൈൻ 2 പൈ ഐ എന്ന് എഴുതാം, ദാറ്റ് ഇസ് 2 ടൈംസ് സൈൻ 2 പൈ ഐ എന്ന് എഴുതാം. ഓക്കെ, divided by 2 എടുക്കുമ്പോഴത്തേക്കും you get sin 2 pi i. So this is 1/2 2 pi i minus 2 sin 2 pi i divided by 2, that is sin 2 pi i. This is the answer. വേണമെങ്കിൽ എനിക്കിതിനെ ഹൈപ്പർബോളിക്കിലേക്ക് ആക്കാം. ഈ സൈൻ ഐ തീറ്റ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കണോ. സൈൻ ഐ തീറ്റേനെ എനിക്ക് എന്തെന്ന് എഴുതാം? ഐ സൈൻ അല്ലെ ഹൈപ്പർബോളിക് സൈൻ തീറ്റ എന്ന് എഴുതാം, സൈൻ എച്ച് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ റീറൈറ്റ് ചെയ്യാം? 1/2 2 പൈ ഐ മൈനസ് ഈ ഐ പുറത്തേക്ക് എടുത്തിട്ട് ഐ സൈൻ എച്ച് അല്ലെ ഹൈപ്പർബോളിക് സൈൻ ഓഫ് 2 പൈ, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ. വേണമെങ്കിൽ 2 എന്നുള്ളത് പുറത്തുള്ളതിനെ നമുക്ക് വേണം കട്ട് ചെയ്തിട്ട് പൈ ഐ മൈനസ് ഐ/2
ഓർ സൈൻ h 2π/2 എന്ന് എഴുതാം. സൈൻ h 2πi/2. This is the ആൻസർ. പൈ ഒരു ഐ, രണ്ട് ഐ ഉണ്ട് അല്ലേ, അതിനെ വേണമെങ്കിൽ പുറത്തേക്ക് എഴുതാം അല്ലേ. സോ പൈ ഐ മൈനസ് ഹൈപ്പർബോളിക് സൈൻ ഓഫ് 2π/2i. ദിസ് ഇസ് ദി ആൻസർ. മനസ്സിലായോ? വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമ്മൾ. ഇപ്പോൾ വേറൊരു പ്രോബ്ലം നോക്കാം. ഇന്റഗ്രൽ ഓവർ c e raised to z/2 dz where c is any curve joining 8 - 3πi to 8 plus pi i. ഈ പ്രോബ്ലം കാണുമ്പോഴും നിങ്ങൾ ഇത് ഏത് മെത്തേഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻ്റഗ്രൻറ്റിലേക്ക് നോക്കുക. e raised to z/2, ഈ z-ന് വരെ x ആയിരുന്നെങ്കിൽ e raised to x/2. e raised to x/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. e raised to x-ൻ്റെ ഇൻ്റഗ്രൽ e raised to x തന്നെയാണ്. അപ്പോൾ e raised to x/2ൻ്റെ ഇൻ്റഗ്രൽ e raised to x/2 ഡിവൈഡഡ് ബൈ 1/2 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് x ആയിരുന്നെങ്കിൽ ഇൻ്റഗ്രൻറ്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഫംഗ്ഷൻ്റെ പോലെ തന്നെ ഉണ്ട്. എക്സിന് പകരം കോംപ്ലക്സ് വേരിയബിൾ z ആണെന്നുള്ളൊരു വ്യത്യാസം ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രൻ്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മെത്തേഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് അനാലിറ്റിക് ഫംഗ്ഷൻ, ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉള്ള ഫംഗ്ഷനാണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് സാധാരണ ഒരു സിംഗിൾ വേരിയബിൾ റിയൽ വേരിയബിൾ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണ പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണത് എന്ത് ചെയ്യണം? പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് എളുപ്പമുണ്ട്. കേർവിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കേർവിൻ്റെ എൻഡ് പോയിന്റ്സിന് മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഓവർ സി നമ്മളുടെ ഈ ഫോർമുല പോലെ തന്നെ ഫോർമുലയിൽ എന്തായിരുന്നു ഈ മെത്തേഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz നെ ഇൻ്റഗ്രൽ z1 to z2 എഫ് ഓഫ് z dz എന്ന് എഴുതാം. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫോർമുല ഒന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി e raised to z/2 dz എന്ന് പറയുന്നത് കേർവിന് ഇമ്പോർട്ടൻസ് ഇല്ല. 8 - 3πi തുടങ്ങി 8 plus pi വരെയുള്ള ഒരു കേർവിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. e raised to z/2 dz. e raised to z/2ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e raised to z/2 divided by derivative of z/2 which is 1/2 within the limits 8 - 3πi to 8 plus pi. So you can write this as divided by 1/2 എന്ന് പറഞ്ഞാൽ division by 1/2 is same as multiplication by the reciprocal 2. So 2 എന്നുള്ള വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം ഇതിനെ z/2 within the limits 8 - 3πi to 8 plus pi. So this is 2 times e raised to z/2. അപ്പോൾ 8 plus pi/2 minus e raised to 8 minus 3πi divided by 2. ഇങ്ങനെ എഴുതിയാലും ആൻസർ തന്നെയാണ്. വേണമെങ്കിൽ നമുക്കിത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കാം. കാരണം എന്താണ് ഇത് ഇങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. ഓർ യു ക്യാൻ റൈറ്റ് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. 8/2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4 plus i/2 minus e raised to again 8/2 is 4 minus 3/2 അല്ലേ. i/3π/2. സോ എനിക്ക് ഈ e raised to ab e raised to a plus b എന്നുള്ളതിന് എനിക്ക് e raised to a into e raised to b എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഈ 4 പ്ലസ് എന്ന് എഴുതിയിരിക്കണതിനെ നമുക്ക് വേണമെങ്കിൽ e raised to 4 into e raised to i/2 എന്ന് എഴുതാം. മൈനസ് e raised to 4 into e raised to minus 3πi/2 എന്ന് എഴുതാം. e raised to 4 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 2 into e raised to 4 e raised to i/2 എന്ന് പറയണത് എന്താണ്? e raised to i/2 അതല്ലെങ്കിൽ e raised to pi/2 പ്ലസ് നിങ്ങൾക്കറിയാം e raised to i theta എന്ന് പറയുന്നത് എന്താണെന്നറിയാം? e raised to i theta എന്ന് പറയുന്നത് cos theta plus i sin
തീറ്റയാണ് അല്ലേ. അപ്പോൾ ഈ ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് 2π എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇ റേസ് ടു ഐ തീറ്റ തന്നെയായിരിക്കും. കാരണം കോസ് തീറ്റ പ്ലസ് 2π എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്, സൈൻ തീറ്റ പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ 2π പീരിയോഡിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് സൈൻ തീറ്റയും കോസ് തീറ്റ. അതുകൊണ്ട് തന്നെ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെ വരും. 2π ആഡ് ചെയ്താലും വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതിയേക്കുന്നതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ π/2 π/2 പ്ലസ് നോട്ട് ദാറ്റ് π/2 പ്ലസ് 2π ചെയ്താൽ പ്ലസ് 2π ചെയ്താൽ എന്താ വരാ? അത് വരില്ല, സോറി, പൈ ചെയ്യണം അല്ലേ. നമുക്കെന്നാൽ ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്താലോ. e raised to I π/2 minus, so you may write this as minus e raised to I 3π/2. 3π/2നെ എനിക്ക് എന്തെന്ന് എഴുതാം? മൈനസ് I 3π/2നെ എനിക്ക് എന്തെന്ന് എഴുതാം? π/2ഉം മൈനസ് 3π/2ഉം തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. -2π ചെയ്താൽ കിട്ടുമായിരിക്കും അല്ലേ. π minus 4π minus 3π അല്ലേ. അപ്പോൾ ഇതൊന്ന് ഇവിടെ നോട്ട് ചെയ്താൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇ റേസ് ടു π/2 minus 2πi ആൻഡ് ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് 2πയും തീറ്റ മൈനസ് 2πയും ഇട്ടാലും ഇ റേസ് ടു ഐ തീറ്റ തന്നെയാണ്. കാരണം കോസ് തീറ്റ പ്ലസ് or minus 2π is cos theta. So you can write this as 2 into e raised to 4 e raised to I π/4 minus e raised to I π/4 അല്ല, സോറി, π/2 minus e raised to I π/2 minus 2π is same as e raised to I π/2. അപ്പോൾ ഇത് സിംപ്ലിഫൈഡ് ആയി, കാരണം ഇത് രണ്ടും സെയിം വാല്യൂ ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാം നമുക്ക്. ദാറ്റ് ഇസ് യു വിൽ ഗെറ്റ് 0 ആസ് ദി ആൻസർ. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം നോക്കുക. ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് ഇ റേസ് ടു ഇസെഡ് ഡി ഇസെഡ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഏത് മെത്തേഡാണെന്ന് അറിയാമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഈ ഇൻ്റഗ്രലിലേക്ക് നോക്കുക. ഇസെഡിന് ഒരു എക്സ് ആയിരുന്നെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ഈ എക്സ് സ്ക്വയർ നോക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പോലെ നിങ്ങൾക്ക് തോന്നും അല്ലേ. യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി യു എന്ന് പറയുന്ന 2x dx കിട്ടും. അപ്പോൾ നമുക്ക് ഈ എക്സ് ഡി എക്സ് എന്നുള്ള സാധനത്തിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് ഡി എക്സിനെ നമുക്ക് du/2 എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് എന്നുള്ളതിന് ഇ റേസ് ടു എക്സ് സ്ക്വയറിനെ ഞാൻ യു എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇ റേസ് ടു യു എക്സ് ഡി എക്സിനെ ഞാൻ du/2 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രൽ വ്യത്യാസമാവും. അതുപോലെ തന്നെ എക്സിൻ്റെ വേരിയേഷൻ നോക്കിയിട്ട് യുവിൻ്റെ വേരിയേഷൻ പറയും. എക്സ് ഇങ്ങോട്ട് തുടങ്ങി എവിടെ വരെ വേരിയാണ് അത് നോക്കിയിട്ട് യുവിൻ്റെ വേരിയേഷൻ പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രലിൻ്റെ ഫോമിലാണ്. അതുകൊണ്ട് അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലുള്ള ഇൻ്റഗ്രേഷൻ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് ഇ റേസ് ടു ഇസെഡ് സ്ക്വയർ ഡി ഇസെഡ് എടുക്കുന്നു. പുട്ട് യു ഇസ് ഈക്വൽ ടു z square, then you will get du is equal to 2z dz, or you can write z dz is du/2. So your integral e raised to z square z dz can be rewritten as e raised to u du/2, and 1/2 can be taken outside, and e raised to u is integral is e raised to u itself, and this will be the indefinite integral. ലിമിറ്റും കൂടെ കൊടുക്കണം എന്നുള്ളൂ. പ്ലസ് സി ഉണ്ടാവും, അത് എഴുതണമെന്നില്ല. സോ ലിമിറ്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. അപ്പം ഇവിടെ യുവിന് പകരം യുവിന് പകരം ഇസെഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ആക്ച്വലി ഇ റേസ് ടു ഇസെഡ് സ്ക്വയർ ആണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ.
Okay, integral e raised to z square z dz ന്റെ indefinite integral 1 by 2 e raised to u എന്ന് പറഞ്ഞാൽ എന്താണ് u is z square e raised to z square. So you can write this as when you substitution കൊടുത്തു കഴിഞ്ഞ് integrate ചെയ്യുമ്പോൾ you will get this is 1 by 2 e raised to z square. ഇനി ലിമിറ്റും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതിന് ലിമിറ്റ് ആദ്യം വേണമെങ്കിൽ എഴുതാട്ടോ. ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇവിടുത്തെ എവിടെ തുടങ്ങിയാണ് 1 തുടങ്ങി i വരെയുള്ള ഒരു കർവ് ആണ് സി. സോ ഈ z e raised to z സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1 by 2 e raised to z സ്ക്വയർ ആണ് within the limits 1 to I. So you will get 1 by 2. When you put z equal to I, you will get e raised to I square. Minus when you put z equal to 1, you will get e raised to 1. That is 1 by 2 e raised to minus 1 minus e. That is nothing but 1 by 2 1 by e minus e. ഇങ്ങനെ എഴുതിയാലും മതിയാവും ആൻസർ. അതല്ല ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ ദിസ് ഇസ് ഓർ നമ്മുടെ ടെക്സ്റ്റിൽ ഇതിനെ sin h1 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ദിസ് ഇസ് ദി ആൻസർ. ഇതിനെ ടെക്സ്റ്റിൽ എഴുതിയേക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം sin h തീറ്റ എന്ന് പറയുന്നത് sin h തീറ്റ is equal to e raised to theta minus e raised to minus theta divided by 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ this is equal to minus 1 by 2 e minus e raised to minus 1. That is minus of e raised to 1 minus e raised to minus 1 divided by 2. That is minus of sin h1. Okay. So this is minus of sin h1. That is the answer given in your textbook. So that is the